തല അജിത്തിന്റെ GBU ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ വിടാമുയർച്ചയിലൂടെ AK തിരിച്ചു വന്നപ്പോ തല അജിത്തിന് തിരിച്ചു വരാൻ ഗുഡ് ബാഡ് അഗ്ലി വേണ്ടി വന്നു. സോ ബേസിക്കലി എനിക്ക് വിടാമുയർച്ച അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാട്ടോ. ആരൊക്കെ എന്തൊക്കെ അതിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് അത്യാവശ്യം വർക്കായ ഒരു പടമാണ്. ചില സിനിമകൾ തിയേറ്ററിൽ കാണേണ്ടതാണ്, അതായത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇത് OTTയിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നുക. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ സിനിമകൾ പണ്ടൊക്കെ വെച്ച് എന്താ വെച്ചാൽ ഒരു ക്യാമിയോ ഉണ്ടാവും, ചില റെട്രോ സോങ്സ് ഉണ്ടാവും, ചില റെഫറൻസ് സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവും. ഇപ്പൊ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ റെട്രോ സോങ്സും റെഫറൻസും കുറച്ച് ക്യാമിയോസും മാത്രമുള്ള ഒരു പടം. അതേം കാര്യങ്ങളൊന്നും നോക്കരുത്. എസ്പെഷ്യലി ലോജിക് പറഞ്ഞ സാധനം നോക്കാനേ പാടില്ല. ഇതിലത്തെ കുറെ മൊമെന്റ്സ് ഒക്കെ തിയേറ്ററിൽ കണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ആയിട്ട് തോന്നുമായിരുന്നു. പക്ഷെ OTTയിൽ ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ് എന്നേ പറയാനുള്ളൂ. സോ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയത് രണ്ട് കാര്യങ്ങളോടാണ്. ഒന്ന്, തൃഷയുടെ അഭിനയം. തൃഷ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എന്തോന്നട്ടെ നിന്റെയൊക്കെ വീട്ടിലത്തെ വേലക്കാരൻ അങ്ങേര്, എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഇങ്ങേര് ഭയങ്കര റെഡ് ഡ്രാഗൺ ആണ്. അതേപോലെ തന്നെ മലേഷ്യ ഉള്ളം കയ്യിൽ കൊണ്ടേ നടക്കുന്ന ആളാണ്. ജോൺ വിക്കിനെയും ഡോങ്ലിയും അതേപോലെ തന്നെ പ്രൊഫസറെയും സഹായിച്ച ആളാണ് പറഞ്ഞിട്ട് ഇങ്ങേരെ അടുത്ത് പറയാണ് കൊച്ചിനെ കാണണമെങ്കിൽ പോയി 17 കൊല്ലം ജയിലിൽ കിടക്കാൻ. പാവ മനുഷ്യൻ അത് കേട്ടിട്ട് പോയി ജയിലിൽ പോയി കിടന്നു. ജയിലിൽ പോയി കിടന്നപ്പോ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ പറഞ്ഞിട്ട് അങ്ങേരെ പുറത്ത് കൊണ്ടുവരാനായിട്ടായിരുന്നു സങ്കടം. പുറത്ത് വന്നപ്പോ ചെറുക്കനെ കാണാനില്ല. അത് ഈ തൃഷ കാരണമാണ് ചെറുക്കനെ കാണാതാവണ്. എന്നിട്ട് അതും അങ്ങേരെ തലയിൽ നീ ഒരു ബീസ്റ്റ് ആണ്, മൃഗമാണ് പറഞ്ഞിട്ട് എല്ലാരും മുമ്പിൽ വെച്ച് അങ്ങേരെ അപമാനിച്ച് മതിയായിട്ടില്ലല്ലേ, പ്രതികാരം വിട്ടാണല്ലേ. ഇവൻ വിടാമുയർച്ചി നോക്കുകയെന്ന് വെച്ചാ ഈ കൊച്ച് ഏതോ ഒരുത്തിന് ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് അടി മൊത്തം കൊള്ളുന്നത് ഇങ്ങേരാണ്. എന്നിട്ടോ ഇങ്ങേരെ ബൂമർ അങ്കിൾ എന്ന് വരെ വിളിച്ച ആ സിനിമയിൽ. എന്നിട്ട് മതിയായിട്ടില്ല അല്ലേ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കായി തോന്നി അച്ഛൻ മകൻ പാസം. എനിക്ക് തോന്നുന്നു വലിമൈ പറഞ്ഞ അജിത്തിന്റെ സിനിമയിലാണ് തോന്നുന്നു മകനെ കണ്ടില്ലെങ്കിൽ അമ്മ ചോറുണ്ടില്ല പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ടൈപ്പ് പാസമാണ് ഈ സിനിമയിലും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ബേസിക്കലി അതിക് രവിചന്ദ്രന്റെ പടങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഹിസ് മൂവീസ്. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പ്രിയ വാര്യരുടെ പെർഫോമൻസ് ആണ്. അത് ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ അർജുൻ ദാസിന്റെ ഇൻട്രോ സമയത്ത് കുറച്ച് സ്പാനിഷ് മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. അവരാണ് ആ സീനിനെ മാക്സിമം എലവേറ്റ് ചെയ്യുന്നത്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് പ്രിയ വാര്യര്, ഏത് പ്രിയ വാര്യര്, ആരുടെ പ്രിയ വാര്യര്, പ്രിയ വാര്യരെയൊക്കെ തട്ടി. എനിക്ക് ബേസിക്കലി അവരെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായത്. കാരണം അവർക്ക് കുറച്ചും കൂടി അപ്രീസിയേഷൻ കൊടുക്കണം. ഇവൻ അർജുൻ ദാസിന്റെ ആ ഒരു ഇൻട്രോ ഇത്രയും കിടിലനാവാൻ കാരണം അവർ തന്നെയാണ്. പിന്നെ അർജുൻ ദാസും കൊള്ളായിരുന്നു. പ്രിയ വാര്യരെ തട്ടുന്ന ഒരു സീനുണ്ട്, അത് എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സീനാണ്. അർജുൻ ദാസ് അടിപൊളിയായിരുന്നു. അർജുൻ ദാസാണ് പിന്നെ ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കിടിലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ അർജുൻ ദാസ് എയർ പിടിച്ച് ബാസ് സൗണ്ടിൽ നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഒരു എല്ലാ പടത്തിലും.